വിവിൻ പി എസ് സിയുടെ മറ്റൊരു യൂട്യൂബ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് എടുക്കാൻ പോകുന്നത് മൗലിക അവകാശങ്ങളാണ്. കോൺസ്റ്റിറ്റ്യൂഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് മൗലിക അവകാശങ്ങൾ. നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. ഒരു പൗരന്റെ ഏറ്റവും മൗലികമായ അവകാശങ്ങളെയാണ് നമ്മൾ മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത്. ഇന്ത്യയുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് മൗലിക അവകാശങ്ങളാണ്. അതുപോലെ തന്നെ ഇന്ത്യൻ ഭരണഘടനയുടെ ആണിക്കല്ല്, സ്വാതന്ത്ര്യത്തിന്റെ വിളക്കുകൾ എന്നൊക്കെ മൗലികാവകാശങ്ങൾ അറിയപ്പെടുന്നു. മൗലികാവകാശങ്ങൾ അറിയപ്പെടുന്നത് ഇന്ത്യയുടെ മാഗ്ന കാർട്ട, ഇന്ത്യൻ ഭരണഘടനയുടെ ആണിക്കല്ല് അതായത് കീ സ്റ്റോൺ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, സ്വാതന്ത്ര്യത്തിന്റെ വിളക്കുകൾ ലൈറ്റ് ഓഫ് ലിബർട്ടി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് മൗലികാവകാശങ്ങൾ അറിയപ്പെടുന്നത്. മൗലികാവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? സർദാർ വല്ലഭായ് പട്ടേലാണ്. പക്ഷേ മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് സുപ്രീം കോടതിയാണ്. മൗലികാവകാശങ്ങൾ സംരക്ഷിക്കേണ്ടത് അത് പൗരന്മാർക്ക് കിട്ടുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ടത് ആരുടെ കടമയാണ്? സുപ്രീം കോടതിയുടെ കടമയാണ്. അപ്പോൾ ഇത്രയാണ് നമ്മളിവിടെ പറഞ്ഞത്. മൗലികാവകാശങ്ങൾ എന്ന് പറയുന്നത് ഒരു പൗരന്റെ ഏറ്റവും മൗലികമായ അവകാശങ്ങളാണ്. ഇന്ത്യയുടെ മാഗ്ന കാർട്ട, ഇന്ത്യൻ ഭരണഘടനയുടെ ആണിക്കല്ല്, സ്വാതന്ത്ര്യത്തിന്റെ വിളക്കുകൾ എന്നെല്ലാം അറിയപ്പെടുന്നത് എന്താണ്? മൗലികാവകാശങ്ങളാണ്. മൗലികാവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ്. മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് സുപ്രീം കോടതിയാണ്. മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട 3 സമ്മേളനങ്ങൾ നോക്കാം. അപ്പോൾ മൗലികാവകാശങ്ങൾ ഭരണഘടനയിലേക്ക് വരുന്നതിന് മുമ്പ് അതുമായി ബന്ധപ്പെട്ട INC സമ്മേളനങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. 1927 മദ്രാസ് INC സമ്മേളനത്തിൽ വെച്ചിട്ട് മൗലിക അവകാശങ്ങളുടെ പ്രഖ്യാപനമായിരിക്കും ഭാവി ഇന്ത്യയുടെ അടിസ്ഥാനമെന്ന് പ്രസ്താവിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ 1927 മദ്രാസ് INC സമ്മേളനത്തിൽ വെച്ച് മൗലികാവകാശങ്ങളുടെ പ്രഖ്യാപനമായിരിക്കും ഭാവി ഇന്ത്യയുടെ അടിസ്ഥാനമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ അധ്യക്ഷനായിരുന്നത് MA അൻസാരി ആയിരുന്നു. ഓക്കെ, അപ്പോൾ ചോദിച്ചിട്ടുണ്ട് PSC ഏത് INC സമ്മേളനത്തിൽ വെച്ചിട്ടാണ് മൗലികാവകാശങ്ങളുടെ പ്രഖ്യാപനമായിരിക്കും ഭാവി ഇന്ത്യയുടെ അടിസ്ഥാനം എന്ന് പറഞ്ഞത്? ഏത്? 1927 മദ്രാസ് INC സെക്ഷൻ. ഇതോർക്കാൻ വേണ്ടിയിട്ട് മദ്രാസ് അൻസാരി, സാരി ഒരു ഡ്രസ്സാന്ന് ആലോചിച്ചാൽ മതി. സാരി അൻസാരി, സാരി മദ്രാസ് ഡ്രസ്. 1928 നെഹ്റു റിപ്പോർട്ടിൽ അവകാശങ്ങളുടെ പത്രിക വേണമെന്ന ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. 1928 മോത്തിലാൽ നെഹ്റു തയ്യാറാക്കുന്ന നെഹ്റു റിപ്പോർട്ടിൽ അവകാശങ്ങളുടെ പത്രിക വേണമെന്ന ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. ഇന്ത്യക്ക് ഒരു ഭരണഘടന ഉണ്ടാക്കാൻ ആദ്യ ശ്രമം നടത്തിയ ഒരു വ്യക്തി ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ മോത്തിലാൽ നെഹ്റു ആണ്. 1927 സൈമൺ കമ്മീഷനെതിരെയായിട്ടാണ് മോത്തിലാൽ നെഹ്റു റിപ്പോർട്ട് തയ്യാറാക്കുന്നത്. ആ നെഹ്റു റിപ്പോർട്ടിൽ അവകാശങ്ങളുടെ പത്രിക വേണമെന്ന ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. 1931 കറാച്ചി INC സമ്മേളനത്തിൽ വെച്ചാണ് മൗലിക അവകാശങ്ങളുടെ പ്രമേയം പാസ്സാക്കിയത്. അപ്പോൾ മൗലികാവകാശങ്ങളുടെ പ്രമേയം പാസ്സാക്കിയത് ഏത് INC സെക്ഷനാണെന്ന് ചോദിക്കുകയാണെങ്കിൽ 1931 കറാച്ചി INC സമ്മേളനത്തിൽ വെച്ചാണ്. അപ്പം അതിൻ്റെ അധ്യക്ഷനായിരുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ്. പ്രമേയം അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. അപ്പോൾ കറാച്ചി INC സമ്മേളനം 1931 അധ്യക്ഷനാരായിരുന്നു സർദാർ വല്ലഭായ് പട്ടേൽ. അപ്പം അങ്ങനെ ആലോചിക്കാൻ വേണ്ടി സർദാർ വല്ലഭായ് പട്ടേൽ എന്ന് പറയുമ്പോൾ സർഫ് എക്സൽ എടുക്കുക, സർദാർ എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് സർഫ് എടുക്കുക, കറാച്ചി എന്ന് പറയുമ്പോൾ കറ. അപ്പോൾ സർഫ് കറ നല്ലതാണ് എന്തുണ്ടെങ്കിൽ സർഫ് ഉണ്ടെങ്കിൽ നമുക്കറിയാം. അപ്പോൾ ആ ഒരു വെച്ചിട്ട് നമുക്ക് കറാച്ചി സമ്മേളനത്തിൻ്റെ INC പ്രസിഡന്റ് ആരായിരുന്നു? സർദാർ വല്ലഭായ് പട്ടേൽ എന്ന് കിട്ടും. അപ്പോൾ മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട 3 സംഭവങ്ങളാണ്. 1927 മദ്രാസ് INC സമ്മേളനത്തിൽ വെച്ച് മൗലികാവകാശങ്ങളുടെ പ്രഖ്യാപനമായിരിക്കും ഭാവി ഇന്ത്യയുടെ അടിസ്ഥാനമെന്ന് പ്രസ്താവിച്ചു. 1928 മോത്തിലാൽ നെഹ്റു തയ്യാറാക്കിയ നെഹ്റു റിപ്പോർട്ടിൽ അവകാശങ്ങളുടെ പത്രിക വേണമെന്ന ആവശ്യം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. 1931 കറാച്ചി INC സമ്മേളനത്തിൽ വെച്ചാണ് മൗലികാവകാശങ്ങളുടെ പ്രമേയം പാസ്സാക്കിയത്. അതിൻ്റെ അധ്യക്ഷനാരായിരുന്നു? സർദാർ വല്ലഭായ് പട്ടേലായിരുന്നു. പ്രമേയം അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. ഭരണഘടനയിൽ മൗലികാവകാശങ്ങളെ പറ്റി പ്രതിപാദിക്കുന്നത് ഭാഗം 3 ഭാഗം 3 അനുച്ഛേദം 12 to 35 വരെ മൗലികാവകാശങ്ങളെ പറ്റിയാണ് പ്രതിപാദിക്കുന്നത്. മൗലികാവകാശങ്ങൾ എന്ന ആശയം നമ്മൾ കടമെടുത്തിരിക്കുന്നത് അമേരിക്കയിൽ നിന്നാണ്. അപ്പം അവകാശങ്ങൾ അമേരിക്ക രണ്ടിലും ആയുണ്ട്. അപ്പം അങ്ങനെ ആലോചിച്ചാൽ മതി. അപ്പോൾ ഭരണഘടനയിലെ ഭാഗം 3 അനുച്ഛേദം 12 to 35 വരെയാണ് മൗലികാവകാശങ്ങളെ പറ്റി പ്രതിപാദിക്കുന്നത്. മൗലികാവകാശങ്ങൾ എന്ന ആശയം നമ്മൾ കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാ? അമേരിക്കയിൽ നിന്നാണ്. മൗലികാവകാശങ്ങളുടെ സവിശേഷതകൾ എന്താണെന്ന് നോക്കാം. ആദ്യത്തെ സവിശേഷത ജസ്റ്റിസിബിൾ ആണ്, ന്യായീകരിക്കാവുന്നതാണ്. അതായത് മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ അത് കോടതിയിൽ പോയി വാങ്ങിയെടുക്കാം നമുക്ക്.
ഓക്കെ, അത് ജസ്റ്റിസബിൾ ആണ്, ന്യായീകരിക്കാൻ പറ്റാവുന്നതാണ്, ന്യായം തേടാവുന്നതാണ്. അപ്പോൾ മൗലികാവകാശങ്ങൾ നമുക്ക് നിഷേധിക്കപ്പെട്ടാൽ അത് കോടതിയിൽ പോയി നമുക്ക് നേടിയെടുക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഫണ്ടമെൻ്റൽ റൈറ്റ് എന്ന് പറയുന്നത് ജസ്റ്റിസബിൾ ആണ്, ന്യായവാദാർഹമാണ്. മൗലികാവകാശങ്ങൾ പൊതുവെ നെഗറ്റീവ് സ്വഭാവത്തിലുള്ളതാണ്. മൗലികാവകാശങ്ങൾ പൊതുവെ നെഗറ്റീവ് സ്വഭാവത്തിലുള്ളതാണ്. ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ഒരു കുടുംബത്തിൽ അച്ഛനുണ്ട്, അമ്മയുണ്ട്, അവർക്കൊരു കുട്ടിയുണ്ട്. അപ്പോൾ ഈ കുട്ടി ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ കുട്ടിക്ക് അവകാശങ്ങളൊന്നുമില്ല. കുട്ടിയുടെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് ആ കുട്ടിയുടെ പാരൻസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആ കുട്ടിയുടെ മേൽ പൂർണ്ണമായിട്ടുള്ളൊരു അധികാരം ആർക്കുണ്ടായിരിക്കും? ആ പാരൻസിന് ഉണ്ടായിരിക്കും. ഇനി കുട്ടി വളർന്നു വരുമ്പോൾ ആ കുട്ടിക്ക് ചെറിയ ചെറിയ അവകാശങ്ങൾ വരുമ്പോൾ ആ പാരൻസിന് ഈ കുട്ടിയുടെ മേലുള്ള പൂർണ്ണ അധികാരം കുറഞ്ഞു വരികയാണ്. അതായത് കുട്ടിക്ക് അവകാശങ്ങൾ കൊടുക്കും തോറും ആ പാരൻസിന് കുട്ടീനെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു ഇത് കുറഞ്ഞു വരികയാണ്. അപ്പോൾ അതേ അർത്ഥം തന്നെയാണ് ഇവിടെ ഗവൺമെൻറ്, ഇപ്പോൾ ജനങ്ങൾ. അപ്പോൾ ജനങ്ങൾക്ക് അവകാശങ്ങൾ കിട്ടും തോറും ഗവൺമെൻറ്റിന് അവരെ കീഴടക്കാനുള്ള അല്ലെങ്കിൽ അവരുടെ മേലുള്ള ഒരു പൂർണ്ണ അധികാരം കുറഞ്ഞു വരികയാണ്. ഓക്കെ, അപ്പോൾ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത് നെഗറ്റീവ് ആസ്പെക്ട്സ് ആണ്, കൂടുതലും നെഗറ്റീവ് ആസ്പെക്ട്സ് ആണ്. അതായത് എന്നാൽ അതിൽ പോസിറ്റീവ് ആസ്പെക്ട്സും ഉണ്ട്. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ 6 to 14 വയസ്സുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതമായ വിദ്യാഭ്യാസം എന്നാണ് ആർട്ടിക്കിൾ 21A പറയുന്നത്. അപ്പോൾ ഈ 6 to 14 വയസ്സുള്ള കുട്ടികൾക്ക് അങ്ങനെയുള്ളൊരു സംഭവം ചെയ്തു കൊടുക്കേണ്ടത് ആരുടെ കടമയാണ്? ഗവൺമെൻറ്റിൻ്റെ കടമയാണ്. അപ്പോൾ അത് ചെയ്ത് കൊടുക്കേണ്ട കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ പോസിറ്റീവ് ആസ്പെക്ട്സ് ആണ്. നെഗറ്റീവ് ആസ്പെക്ട്സിൽ ഉൾപ്പെടുന്നതാണ് ഇപ്പോൾ പൗരന്മാരുടെ വിവേചനം കാണിക്കാൻ പാടില്ല, അതുപോലെ തന്നെ നിയമത്തിൻ്റെ മുന്നിൽ എല്ലാവരും തുല്യരാണ്, പക്ഷഭേദം കാണിക്കാൻ പാടില്ല. അപ്പോൾ അതൊക്കെ നെഗറ്റീവ് ആസ്പെക്ട്സിലാണുള്ളത്. അതുപോലെ പൗരന്മാരുടെ മൗലിക സ്വാതന്ത്ര്യത്തിൽ സ്റ്റേറ്റ് ഇടപെടാൻ പാടില്ല. ഭരണഘടനാ പ്രതിവിധിക്കുള്ള അവകാശമൊക്കെ ഗവൺമെൻറ്റിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ അത് നെഗറ്റീവ് ആസ്പെക്റ്റ് ആണ്. പൊതുവെ മൗലികാവകാശങ്ങൾ നെഗറ്റീവ് സ്വഭാവത്തിലുള്ളതാണ്. അടുത്ത സവിശേഷത, മൗലികാവകാശങ്ങൾ പൂർണ്ണമല്ല. മൗലികാവകാശങ്ങൾ നമുക്ക് കുറച്ച് അവകാശങ്ങളുണ്ട്, അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മാത്രമല്ല, നമുക്ക് ഇനിയും കുറച്ചും കൂടി മൗലിക അവകാശങ്ങൾ കിട്ടാനുണ്ട്. അപ്പം അങ്ങനെ അവകാശങ്ങളായിട്ട് വരാനുള്ള കാര്യങ്ങളാണ് മാർഗനിർദ്ദേശ തത്വങ്ങളിലൊക്കെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ മൗലിക അവകാശങ്ങൾ കംപ്ലീറ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കംപ്ലീറ്റ് അല്ല, ഇനിയും നമുക്ക് അവകാശങ്ങൾ കിട്ടേണ്ടതുണ്ട്. അടുത്ത സവിശേഷത, മൗലിക അവകാശങ്ങൾ നിയന്ത്രിക്കാവുന്നതാണ്. അടിയന്തരാവസ്ഥ പോലെയുള്ള ഘട്ടങ്ങളിൽ മൗലിക അവകാശങ്ങളിൽ നിയന്ത്രണം വരുത്താൻ ഭരിക്കുന്ന അതോറിറ്റിക്ക് അല്ലെങ്കിൽ ഗവൺമെൻറ്റിന് അവകാശമുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് സവിശേഷതകൾ. മൗലികാവകാശങ്ങൾ ന്യായീകരിക്കാവുന്നതാണ്, പൊതുവെ നെഗറ്റീവ് സ്വഭാവത്തിലുള്ളതാണ്, പൂർണ്ണമല്ല, മൗലികാവകാശങ്ങളിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താവുന്നതുമാണ്. ഇനി നമുക്ക് ഏതൊക്കെയാണ് മൗലിക അവകാശങ്ങൾ നോക്കാം. ഭരണഘടനയിൽ ഇപ്പോൾ 6 മൗലിക അവകാശങ്ങളാണ് പൗരനുള്ളത്. ഭരണഘടന നിലവിൽ വരുമ്പോൾ 7 മൗലിക അവകാശം ഉണ്ടായിരുന്നു. മൗലികാവകാശങ്ങളിൽ ഒന്നായ സ്വത്തവകാശത്തെ 44ാം ഭേദഗതിയിലൂടെ നമ്മൾ മൗലികാവകാശ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പം എത്ര എണ്ണം ഉണ്ട്? 6. ഭരണഘടന നിലവിൽ വരുമ്പോൾ എത്ര എണ്ണം ഉണ്ടായിരുന്നു? 7 എണ്ണം ഉണ്ടായിരുന്നു. ഒഴിവാക്കിയത് സ്വത്തവകാശം. സ്വത്തവകാശത്തെ ഭാഗം 3 ആർട്ടിക്കിൾ 31 ഉണ്ടായിരുന്നത്. അതിൽ നിന്നെടുത്ത് ഭാഗം 12 ആർട്ടിക്കിൾ 300 കൊണ്ടുവയ്ക്കുന്നുണ്ട്. അപ്പോൾ സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തത് ഏത് ഭേദഗതിയാണെന്ന് ചോദിക്കും. 44ാം ഭേദഗതിയാണ്. ഇപ്പോൾ സ്വത്തവകാശം എന്ന് പറയുന്നത് ലീഗൽ റൈറ്റ് ആണ്, നിയമ അവകാശമാണ്, മൗലിക അവകാശമല്ല. ബാക്കിയുള്ള അവകാശങ്ങൾ, അതായത് 6 മൗലിക അവകാശങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പം അതിനൊരു കോഡ് ഉണ്ട്, സമസ്വാച്ചു മസാമ്പ. സമസ്വാച്ചു മസാമ്പ. അപ്പം ഇത് നമ്മൾ 6 മൗലിക അവകാശങ്ങൾ അതേ ഒരു ഓർഡറിൽ പഠിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയൊരു കോഡാണ് സമസ്വാച്ചു മസാമ്പ. അതിൽ സമ എന്ന് പറയുമ്പോൾ സമത്വത്തിനുള്ള അവകാശം, സ്വ എന്ന് പറയുമ്പോൾ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ചു എന്ന് പറയുമ്പോൾ ചൂഷണത്തിനെതിരെയുള്ള അവകാശം, മതസ്വാതന്ത്ര്യം, സാം എന്ന് പറയുമ്പോൾ സാംസ്കാരികവും വിദ്യാഭ്യാസപരമായിട്ടുള്ള അവകാശം, ബ എന്ന് പറയുമ്പോൾ ഭരണഘടനാ പ്രതിവിധിക്കുള്ള അവകാശം. അപ്പോൾ അത് പഠിക്കാനുള്ളൊരു കുഞ്ഞൊരു ഷോർട്ട് വേർഡാണ് സമസ്വാച്ചു മസാമ്പ. ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചൊല്ലിയാൽ മതി. അപ്പോൾ നമ്മൾ മൗലികാവകാശങ്ങൾ ആ ഒരു ഓർഡറിൽ നമുക്ക് കിട്ടും. സമസ്വാച്ചു മസാമ്പ, സമത്വത്തിനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ചൂഷണത്തിനെതിരെയുള്ള അവകാശം, മതസ്വാതന്ത്ര്യം, സാംസ്കാരികവും വിദ്യാഭ്യാസപരമായിട്ടുള്ള അവകാശം, ഭരണഘടനാ പ്രതിവിധിക്കുള്ള അവകാശം. ഇപ്പോൾ മൗലികാവകാശങ്ങൾ എന്ന് പറയുന്നത് അനുച്ഛേദം 12 തൊട്ടിട്ട് 35 വരെയാണ്. അപ്പോൾ 12ഉം 13 എന്താണെന്ന് നോക്കാം. ആർട്ടിക്കിൾ 12 എന്താ പറയണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റേറ്റിൻ്റെ നിർവചനമാണ്, ഡെഫിനിഷൻ ഓഫ് സ്റ്റേറ്റ്.
ഇവിടെ ഭരിക്കുന്ന അതോറിറ്റീനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഭരിക്കുന്ന അതോറിറ്റി എന്ന് പറയുമ്പോൾ അതിൽ പാർലമെന്റ് വരും, കേന്ദ്ര മന്ത്രിസഭ വരും, പഞ്ചായത്ത് വരും, സംസ്ഥാന മന്ത്രിസഭ ഒക്കെ വരും. നമ്മൾ ഭരിക്കുന്ന അതോറിറ്റീനെ നമ്മളിവിടെ സ്റ്റേറ്റ് എന്ന് പറയുന്നു. ആർട്ടിക്കിൾ 13 ജുഡീഷ്യൽ റിവ്യൂവിനെ പറ്റി പ്രതിപാദിക്കുന്നു. അതായത് നീതിന്യായ പുനഃപരിശോധനയെ പറ്റി പ്രതിപാദിക്കുന്നു. ഈ ജുഡീഷ്യൽ റിവ്യൂ എന്നുള്ള കോൺസെപ്റ്റ് നമ്മൾ എടുത്തിട്ടുള്ളത് അമേരിക്കയിൽ നിന്നാണ്. അപ്പം എന്താണ് ജുഡീഷ്യൽ റിവ്യൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, രാജ്യത്തുണ്ടാക്കുന്ന നിയമങ്ങൾ ഭരണഘടന ലംഘിക്കുന്നതാണെങ്കിൽ അതിനെ അസാധുവാക്കാനുള്ള സുപ്രീം കോടതിയുടെ അധികാരത്തിനെയാണ് നമ്മൾ എന്ത് പറയുക, ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുക. അപ്പം നമ്മുടെ രാജ്യത്തുണ്ടാക്കുന്ന നിയമങ്ങൾ അത് ഭരണഘടന ലംഘിക്കുന്നതാണെന്ന് സുപ്രീം കോടതിക്ക് ബോധ്യപ്പെട്ടാൽ അതിനെ അസാധുവാക്കാനുള്ള സുപ്രീം കോടതിയുടെ അധികാരത്തിന് ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്നു. അപ്പോൾ ജുഡീഷ്യൽ റിവ്യൂവിനെ പറ്റിയിട്ട് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് ഏത്, ആർട്ടിക്കിൾ 13 എന്നുള്ളത്. ഡയറക്റ്റ് ആയിട്ട് ജുഡീഷ്യൽ റിവ്യൂ എന്നുള്ള ടേമൊന്നും ഭരണഘടനയിൽ കൊടുത്തിട്ടില്ല. ജുഡീഷ്യൽ റിവ്യൂ എന്നുള്ള കോൺസെപ്റ്റ് നമ്മൾ എടുത്തിട്ടുള്ളത് അമേരിക്കയിൽ നിന്നാണ്. ഇനി നമുക്ക് സമത്വത്തിനുള്ള മൗലികാവകാശം നോക്കാം. അപ്പോൾ മൗലികാവകാശങ്ങളിൽ ഏറ്റവും ആദ്യത്തെ സമത്വത്തിനുള്ള മൗലികാവകാശമാണ്. ആർട്ടിക്കിൾ 14 തൊട്ടിട്ട് 18 വരെയാണ് സമത്വത്തിനുള്ള മൗലികാവകാശങ്ങളെ പറ്റിയിട്ട് പ്രതിപാദിക്കുന്നത്. 14 to 18. അപ്പോൾ സമത്വം എന്ന് പറയുമ്പോൾ എന്താണ്, സമത്വം എന്ന് പറഞ്ഞാൽ ഇക്വാലിറ്റി. ഇക്വാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, ആർക്കും പ്രത്യേക അവകാശങ്ങളില്ലാത്ത അവസ്ഥേനെയാണ് നമ്മൾ എന്ത് പറയുക, ഇക്വാലിറ്റി, സമത്വം എന്ന് പറയാം. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരുപാട് വൈവിധ്യങ്ങളുണ്ട് അല്ലേ. അപ്പോൾ ഈ വൈവിധ്യങ്ങൾക്കിടയിലും ആർക്കും പ്രത്യേക അവകാശങ്ങളില്ലാത്ത അവസ്ഥേനെയാണ് നമ്മൾ എന്ത് പറയുക, സമത്വം അല്ലെങ്കിൽ ഇക്വാലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ സമത്വത്തിനുള്ള അവകാശവുമായി ബന്ധപ്പെട്ടിട്ട് വരുന്നതാണ് 14, 15, 16, 17, 18 എന്നീ ആർട്ടിക്കിൾ. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് നമുക്ക് നോക്കാം. ആർട്ടിക്കിൾ 14 പറയണത് നിയമസമത്വവും നിയമതുല്യ പരിരക്ഷണവും ഉറപ്പാക്കുക എന്നാണ്. അതായത് നിയമത്തിന്റെ മുന്നിൽ എല്ലാവരും തുല്യരാണ്, അതാണ് നിയമസമത്വം. അതുപോലെ തന്നെ നിയമപരമായിട്ടുള്ള പരിരക്ഷണം എല്ലാവർക്കും ഒരേപോലെ ലഭിക്കണം. ഓക്കെ, അപ്പോൾ നിയമത്തിന്റെ മുന്നിൽ എല്ലാവരും തുല്യരാണ്. അതുപോലെ നിയമപരമായിട്ടുള്ള പരിരക്ഷ എല്ലാവർക്കും തുല്യമായി ലഭിക്കണം. ഇതാണ് ആർട്ടിക്കിൾ 14 പറയുന്നത്. അപ്പം നമ്മൾ സമത്വം എന്ന് പറയുമ്പോൾ എല്ലാ മേഖലയിലും സമത്വം കൊണ്ടുവരണം. അപ്പോൾ ആദ്യം കൊടുക്കുന്നത് എവിടെയാണ്, നിയമത്തിന്റെ മുന്നിൽ ഇന്ത്യയിലെ എല്ലാ ജനങ്ങളും തുല്യരാണ്, എല്ലാവർക്കും തുല്യ പരിരക്ഷണമാണ് ലഭിക്കുന്നത്. ആർട്ടിക്കിൾ 15 പറയുന്നത് ജാതിയുടെയോ മതത്തിന്റെയോ വർഗത്തിന്റെയോ വംശത്തിന്റെയോ ജനന സ്ഥലത്തിന്റെയോ ലിംഗത്തിന്റെയോ പേരിൽ വിവേചനം പാടില്ല. അതായത് വർണ്ണ വിവേചനം കാണിക്കാൻ പാടില്ല. അപ്പൊ ഭരിക്കുന്ന അതോറിറ്റിയോടാണ് ഭരണഘടന ഇതൊക്കെ പറയുന്നത്. സ്റ്റേറ്റ് ഒരു പൗരനോടും വിവേചനം കാണിക്കാൻ പാടില്ല, അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആർട്ടിക്കിൾ 15 പറയുന്നത് ജാതിയുടെയോ മതത്തിന്റെയോ വർഗത്തിന്റെയോ വംശത്തിന്റെയോ ജനന സ്ഥലത്തിന്റെയോ ലിംഗത്തിന്റെയോ പേരിൽ വിവേചനം കാണിക്കരുത്. ഇനി അടുത്ത് പറയുന്നത് 16 ആണ്. 16 പറയുന്നത് അവസര സമത്വത്തെ പറ്റിയിട്ടാണ്. അതായത് പൊതു നിയമനങ്ങളിൽ അവസര സമത്വം, ഈക്വൽ ഓപ്പർച്യൂണിറ്റി ഇൻ പബ്ലിക് ജോബ്സ്. അതായത് പൊതു നിയമനങ്ങൾ, ഗവൺമെന്റ് ജോബുകളിലൊക്കെ എല്ലാവർക്കും എന്താണ്, ഒരേ അവസരം ലഭിക്കണം. അപ്പോൾ ആ ഒരു അവസരത്തിന്റെ കേസിലും എന്താണ്, സമത്വം ഉണ്ടായിരിക്കണം. ആർക്കും പ്രത്യേക അവകാശങ്ങളൊന്നും ഉണ്ടാവില്ല, എല്ലാവർക്കും ഈക്വൽ ചാൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് തോന്നും, ഇപ്പൊ റിസർവേഷനൊക്കെ ഇല്ലേന്ന്. ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് റിസർവേഷന്റെ കാര്യം ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, എല്ലാവർക്കും ഈക്വൽ ചാൻസ് എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ ചില വിഭാഗങ്ങളെ ഉയർത്തിക്കൊണ്ടുവരണം, അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു റിസർവേഷൻ എന്നുള്ള സംഭവങ്ങളൊക്കെ വന്നത്. അപ്പോൾ ഇതിന്റെ എക്സെപ്ഷൻ റിസർവേഷന്റെ കാര്യങ്ങളൊക്കെ പിന്നീട് ഭരണഘടനയിൽ എഴുതി ചേർത്തതാണ്. അപ്പോൾ 14 നമ്മൾ പറഞ്ഞു നിയമസമത്വം, നിയമത്തിന്റെ മുന്നിൽ എല്ലാവരും തുല്യരാണ്, തുല്യമായ നിയമപരിരക്ഷണം എല്ലാവർക്കും ലഭ്യമാകണം. 15 പറഞ്ഞു ജാതിയുടെയോ മതത്തിന്റെയോ വർഗത്തിന്റെയോ വംശത്തിന്റെയോ ലിംഗത്തിന്റെയോ ജനന സ്ഥലത്തിന്റെയോ പേരിൽ വിവേചനം പാടില്ല. 16 പബ്ലിക് ജോബ്സിലെ, അതായത് പൊതു നിയമനങ്ങളിലെ എല്ലാവർക്കും തുല്യ അവസരം ഉണ്ടായിരിക്കണം. ആർട്ടിക്കിൾ 17 പറയുന്നത് അയിത്ത നിർമ്മാർജ്ജനമാണ്. അപ്പൊ നമ്മൾ എല്ലാവരും തുല്യരാണ് എന്ന് പറയുമ്പോൾ എന്താണ്, അയിത്തത്തിന്റെ ആവശ്യമുണ്ടോ അവിടെ? ഇല്ല. അപ്പൊ ആർട്ടിക്കിൾ 17 പറയുന്നത് അയിത്ത നിർമ്മാർജ്ജനം അല്ലെങ്കിൽ തൊട്ടുകൂടായ്മ നിർത്തലാക്കൽ, അതിനെ പറ്റിയിട്ടാണ് ആർട്ടിക്കിൾ 17 പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു ആർട്ടിക്കിള് പാസ്സാക്കുമ്പോൾ മഹാത്മാഗാന്ധിക്ക് ജയ് എന്ന് വിളിച്ചുകൊണ്ടാണ് പാസ്സാക്കിയിട്ടുള്ളത്. അപ്പൊ ചോദിക്കാറുണ്ട് PSC, ഏത് ആർട്ടിക്കിളാണ് മഹാത്മാഗാന്ധിക്ക് ജയ് എന്ന് വിളിച്ചുകൊണ്ട് പാസ്സാക്കിയത്? ഏതാ? ആർട്ടിക്കിൾ 17 അയിത്ത നിർമ്മാർജ്ജനം.
ആർട്ടിക്കിൾ 18 പദവികൾ സ്ഥാനപ്പേര് നിർത്തലാക്കുക എന്നാണ് പറയുന്നത്. ഓക്കെ, പദവികളും സ്ഥാനപ്പേരും നിർത്തലാക്കുക. അപ്പോൾ നമ്മുടെ ഇന്ത്യ റിപ്പബ്ലിക് ആവണേക്കാൾ മുമ്പ്, അതായത് പണ്ട് കാലത്തൊക്കെ ഇന്ത്യയിൽ ഇങ്ങനെ സ്ഥാനങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ തിരുവിതാംകൂർ രാജവംശം അതെടുക്കുകയാണെന്നുണ്ടെങ്കിൽ 8 വീട്ടിൽ പിള്ളമാർ. അപ്പോൾ അവർക്ക് സാധാരണ ജനങ്ങളെക്കാൾ കുറച്ചും കൂടി അവകാശം ഉണ്ടായിരുന്നു. പക്ഷേ ഭരണഘടനയിൽ പറയുന്നത് പ്രകാരം ഇന്ത്യയിൽ എല്ലാവർക്കും തുല്യ സ്ഥാനമാണുള്ളത്. അതുകൊണ്ട് തന്നെ സ്ഥാനപ്പേര്, പദവി അതൊക്കെ നിർത്തലാക്കുന്നുണ്ട്. ഇന്ത്യയിലെ എല്ലാ ജനങ്ങളും തുല്യരാണ്. അതുകൊണ്ട് സ്ഥാനപ്പേര് അതുപോലെ തന്നെ പദവികളൊക്കെ നിർത്തലാക്കുന്നുണ്ട്. പക്ഷേ അക്കാദമി മിലിറ്ററി കേസുകളൊക്കെ ഇതിൽ എക്സെപ്ഷൻ വരുന്നുണ്ട്. അതായത് പഠിച്ചിട്ട് നമ്മളൊരു കിട്ടുകയാണ്, അപ്പോൾ ഒരു ഡോക്ടർ അല്ലെങ്കിൽ ഒരു IPS അല്ലെങ്കിൽ IAS അതൊക്കെ നമ്മൾ പഠിച്ചിട്ട് കിട്ടുന്ന അക്കാദമിക് ലെവലിൽ കിട്ടുന്നതാണ്. അപ്പം അങ്ങനെയുള്ള സ്ഥാനപ്പേരൊക്കെ അലൗഡ് ചെയ്യും. അതുപോലെ തന്നെ മിലിറ്ററി, ഇപ്പോൾ കേണൽ, ലെഫ്റ്റനൻറ്റ് അതൊക്കെ അലൗഡ് ആണ്, അതൊക്കെ ലഭിക്കും. പക്ഷേ അതല്ലാതെയുള്ള സ്ഥാനപ്പേരുകളൊക്കെ നിർത്തലാക്കിയിട്ടുണ്ട്. അപ്പോൾ സമത്വത്തിനുള്ള അവകാശത്തിൽ വരുന്നത് ആർട്ടിക്കിൾ 14 തൊട്ട് 18 വരെയുള്ള കാര്യങ്ങളാണ്. 14 നിയമസമത്വം, 15 വിവേചനം കാണിക്കാൻ പാടില്ല, 16 പൊതു നിയമനങ്ങളിൽ അവസര സമത്വം, 17 അയിത്ത നിർമ്മാർജ്ജനം, 18 പദവികൾ സ്ഥാനപ്പേര് നിർത്തലാക്കൽ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സമത്വത്തിനുള്ള അവകാശം. ഇനിയുള്ള അവകാശങ്ങൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ മൗലികാവകാശങ്ങൾ എന്ന് പറഞ്ഞാൽ ക്ലാസ് 2 ഭാഗങ്ങളായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ ബാക്കിയുള്ള അവകാശങ്ങൾ, അതായത് സ്വാതന്ത്ര്യത്തിന് അവകാശങ്ങൾ തുടങ്ങി ഭരണഘടനാ പ്രതിവിധിക്കുള്ള അവകാശങ്ങൾ വരെയുള്ളത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക്